രമണി, ഗുഡ് മോർണിംഗ്. മോഷണ കേസ് പിടിച്ച കുറ്റം സമ്മതിച്ചിട്ടില്ല. സാറ് വന്നിട്ട് കേസെടുക്കാന്ന് വിചാരിച്ചു. കേസ് എടുക്കണോ? അതെ, കേസ് ചാർജ് ചെയ്യണ്ട. ഞാന് ഒന്ന് ഉപദേശിക്കട്ടെ. കേസ് സാർ, സാറിനാ ഫോൺ. ആരാ? ഹലോ, റസാഖ് ഹുസൈൻ. ഞാൻ സേവ്യറാ. പറ. ഒരു പെണ്ണ് കേസാ. ഏത് തന്നെയാ പെണ്ണ് പിടിച്ചത്? എൻ്റെ മോനാ ഡേവിഡ്. തലയിലാവോ? പ്രശ്നമാവാതൊന്ന് ഊരി തരണം. നല്ല ചെലവ് വരും. എന്നാ വേണേലും ചെയ്യാം. ചെയ്യാന്നല്ല, ഇപ്പൊ ചെയ്യണം. ചെയ്യാന്നേ. എന്താണ് നിന്റെ പേര്? ഡേവിഡ് സേവ്യർ. എന്താ? ഡേവിഡ് സേവ്യർ. മാഡം, ഞാൻ നിരപരാധിയാ. എന്നെ വിശ്വസിക്കണം പ്ലീസ്. എന്താണ് സംഭവിച്ചേ? ഇവ നിന്നെ റേപ്പ് ചെയ്തോ? അതെ മാഡം. അയ്യോ, പച്ച കള്ളമാണ് മാഡം. ഞാൻ ഇവിടെ നേരെ ചൊവ്വേ ഒന്ന് തൊട്ടിട്ട് പോലുമില്ല. ഒന്നുമല്ല, ഞാൻ എല്ലാം തുറന്നു പറയാം. ഇടി, എല്ലാം തുറന്നു പറഞ്ഞ കർത്താവിന്റെ അവസ്ഥ നിനക്ക് അറിയാമല്ലോ. അയ്യോ, നിങ്ങൾ ഇവിടെ ആരാ? അമ്മയാ സാറേ. എന്റെ മോളുടെ ജീവിതം തൊലഞ്ഞു പോയി സാറേ. മകളുടെ ഓരോ തോന്നിവാസത്തിന് കൂട്ടു നിന്നിട്ട് അവസാനം പറ്റിപ്പോയി, വയറ്റിലുണ്ട് എന്നൊക്കെ പറഞ്ഞ് കള്ള കരച്ചില്. ഓരോരുത്തരുമാര് ഇറങ്ങിക്കൊള്ളും നാറ്റ കേസുമായിട്ട്. അങ്ങോട്ട് മാറി നിൽക്ക്. ഇവള് കെട്ടാൻ ഇവന് സമ്മതമാണെന്ന് പറഞ്ഞ ഒരു സ്റ്റാമ്പ് പേപ്പറിൽ എഴുതി ഒപ്പിട്ട് വാങ്ങിക്കണം. ലീഗൽ പ്രൊസീഡിംഗ്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അഡ്വക്കേറ്റ് മല്ലികയെ വിളിച്ചു ചോദിച്ചോളൂ. ശരി മാഡം. സിഐയുടെ സ്റ്റേഷനിൽ കേസ് റിപ്പോർട്ട് ചെയ്യണോ? എന്തിനാ? എത്ര കേസുകളാണ് നമ്മളവിടെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല? ഏതെങ്കിലും കേസ് കാര്യഗൗരവമായിട്ട് അവർ എടുത്തിട്ടുണ്ടോ? XMLയുടെ അടുത്ത ആളാ CI റസാഖ് ഹുസൈൻ. ഈ കേസ് അങ്ങോട്ട് റെഫർ ചെയ്താ ഇയാൾ ഈസി ആയിട്ട് അങ്ങ് ഊരിപ്പോരും. നമ്മൾ ചെയ്തതാ ശരി, ബാക്കിയെല്ലാം വരുന്നിടത്ത് വെച്ച് കാണാം. അയാളാ വക്കീലെന്ന്. അതെ, സംഗതി ഗുലുമാല. പീഡന കേസാ. ശിഷ്ടകാലം മോൻ ഉണ്ടെന്നുകൊണ്ട് അകത്ത് കിടക്കും. ഒന്ന് പോടാ. അത് ശരിയാ. പക്ഷെ ആ പെങ്കൊച്ചുണ്ടല്ലോ, ഉഗ്രനൊരു അമോണിയം നൈട്രേറ്റാ. ചിലക്കാതെ പോണം. അതെങ്ങനെ പോത്തിനറിയോ ഏത്തവാഴ ഏതാ? പപ്പ, ഇത് കണ്ടോ? അതെ, ഇത് ശരിയാവത്തില്ല. ഇതൊന്ന് ശരിയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. എന്താ കളിയാക്കാണോ? ഏയ്, XMLയെ കളിയാക്കാൻ ഞാൻ ആരാ? എന്റെ മോനെ കൊണ്ടുപോകാനാ ഞാൻ വന്നിരിക്കുന്നത്. ചെയ്യാത്ത കുറ്റത്തിനാ നിങ്ങൾ അവനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. എടോ സേവ്യറെ, തന്റെ മോൻ കുറ്റം ചെയ്തിട്ടില്ലെന്ന് ആരാടോ പറഞ്ഞേ? പട്ടാപ്പകൽ നിരപരാധിയായ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്തവനാ തന്റെ മോൻ. അവനെ പിന്നെ ഞാനെന്ത് പൂവിട്ട് പൂജിക്കണം? കൂടുതൽ മൂപ്പിക്കല്ലേ സാറേ. ഈ സേവ്യർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്റെ മകൻ അഴിയണത്തില്ല. എണ്ണിക്കൂടോ, എണ്ണിക്കും. ഒരു FIR എഴുതി ഇതൊരു പീഡന കേസായി മാറ്റി എല്ലാത്തിനെയും കോടതി കയറ്റാനേ ഒരുപാട് ബുദ്ധിയൊന്നും വേണ്ട. അല്ലടോ വക്കീലെ? പിന്നല്ലാതെ. അതാണ്. അത് പിന്നെ ഈ നിയമം അങ്ങനാണല്ലോ. ഇയാൾക്ക് ബുദ്ധിയുണ്ട്. ആ പുള്ളിക്ക് പക്ഷേ ഇതറിയില്ല. അറിയാലോ എന്നെ കുറിച്ച്. ഞാനൊരു കാര്യം വിചാരിച്ചാ അത് നടത്തിയിരിക്കും. തനിക്ക് പിന്നെ ഇതൊന്നും വലിയ മാനക്കേടുള്ള കാര്യമല്ലെന്ന് എനിക്കറിയാം. അത്രയ്ക്ക് തൊലിക്കട്ടിയുണ്ടല്ലോ. വരുന്ന ബൈ ഇലക്ഷൻസിന് മത്സരിക്കാനുള്ളതല്ലേ? ആദർശധീരനായ നേതാവ് ചെല്ല്. കരിയർ കളയണ്ട. താൻ പോണില്ലേ? പോകാം. എന്നാ പോടാ. പോയി. നടക്കത്തില്ല. അയ്യോ, ഒരു പന്ന ഡോറും. ആ ബാത്റൂമിന്റെ ഡോറ്
പിടിപ്പിക്കാൻ പറഞ്ഞിട്ട് ആ ഹൗസ് ഓണർ ഇതുവരെ കേട്ടിട്ടില്ല. അതിന്റെ അകത്ത് കയറിയ പിന്നെ ടെൻഷൻ ആരെങ്കിലും വരുമോ. അതിനിവിടെ നമ്മൾ പെണ്ണുങ്ങൾ മാത്രമല്ലേ ഉള്ളൂ. ഞാൻ നാണോ മാനോ ഉള്ളവരുടെ കാര്യമാണ് പറഞ്ഞത്. ഒരു മാതൃക വനിത വന്നിരിക്കുന്നു. ഇവരെ കോടതിയിൽ ഹാജരാക്കണം. സർ, മാഡം ഇങ്ങോട്ട് നടക്കാം. SP ഓഫീസിൽ നിന്നൊരു മെയിലുണ്ട്. പുതിയൊരുത്തൻ ഡ്രൈവറായിട്ട് വരുന്നുണ്ട്. എന്തുവാടേ ഇത്? ട്രെയിനിങ് കഴിയാറായി. നീ പറഞ്ഞ കാര്യം എന്തെങ്കിലും നടക്കൂ? ഒരു കാര്യം ഏറ്റെടുത്താൽ അത് നടത്തിയിരിക്കും. ഇത് വല്ലതും നടക്കോ? അതിനെ ഹവിൽദാറിനെ വെട്ടിച്ച് നമുക്ക് പുറത്തിറക്കാൻ പറ്റുമോ? അതൊക്കെ റെഡിയാക്കാം. നീ അത് മെഡിക്കൽ ഷോപ്പിലാണോ സാധനം മേടിക്കണ്ടേ? ഇവിടുന്ന് പോണതിന് മുമ്പ് ഈ അമ്പലത്തിലും കൂടെ തുറന്നൊന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിന്ന് നടക്കും. ഇണ്ടാണ്ട് വാറ അതെ മച്ചമരെ നിങ്ങൾ വിളിക്ക്. ഞാൻ പോയെല്ലാം റെഡിയാക്കിട്ട് വരാം. വെയിറ്റിംഗിന് ശരിയാവില്ലോട്ടോ. വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. നീ പോയിക്കോടാ. അതെ ചെല്ല്. ഒരാൾ പറഞ്ഞ അത്രയും നോക്കു വച്ചനെ. ലൈറ്റ് കത്തി. നാട്ട തുറന്നു. ആരെങ്കിലും ഉണ്ടോ? ഇങ്ങോട്ട് വാ. മച്ചനെ, ഇത് നമ്മുടെ ഹവിൽദാർ ജഗ്ഗൂല്ലേ? കൊള്ളാലോ. ഓഹോ, അങ്ങനെയാണ് ഇയാൾക്കിട്ടൊരു പണി കൊടുക്കണല്ലോ. നാളെ നമുക്ക് അവരെ കല്യാണം കഴിപ്പിച്ചാലാ. എല്ലാം പറഞ്ഞ പോലെ ഇപ്പൊ നാളെ കാണാം. നാളെ വരുമല്ലേ? ഇവനുള്ളത് ദൈവത്തിന്റെ നാമത്തിൽ നമുക്ക് കൊടുക്കാം. അതെ, ഈ ലിസ്റ്റ് എത്രയും പെട്ടെന്ന് ഫോർവേഡ് ചെയ്യണം. ഓക്കെ സാർ. രാമകൃഷ്ണൻ ലേസി ഗേ അല്ലേ? എന്നും പണിഷ്മെന്റ് വാങ്ങി നടക്കുന്ന അയാൾക്കെന്താ സാർ പുതിയ അപ്പോയിന്റ്മെന്റ്? എടോ, തനിക്ക് തെറ്റി. ഇത് രാമകൃഷ്ണൻ ഒരു ബ്ലെസ്സിംഗ് അല്ല, പണിഷ്മെന്റാ. ഇങ്ങനെയുള്ളവന്മാർക്ക് പോസ്റ്റിംഗ് കൊടുക്കാൻ പറ്റിയ സ്ഥലമാ ഏലത്തൂർ വനിതാ പോലീസ് സ്റ്റേഷൻ. SI അരുന്ധതി ഓർമ്മയെ എനിക്ക് നന്നായിട്ട് അറിയാം. ആണുങ്ങളെന്ന് പറഞ്ഞാലേ അവർക്ക് ഭയങ്കര വെറുപ്പാ. ഇവനെ പോലെ ഒരാളാണ് കിട്ടുന്നതെങ്കിൽ ആ സ്ത്രീ വെടിവെച്ച് കൊല്ലും. കാക്കി ഡ്രസ് ഇട്ട മാലാഹമാർക്കല്ലേ ശ്രീകൃഷ്ണ നമ്മുടെ രാമകൃഷ്ണൻ. അലിയ വനിതാ പോലീസുകാരിലെ പെങ്ങന്മാരെ കണ്ടാ മേട്ടാ. അളിയ, ഇതെല്ലാം എന്റെ അമ്മയുടെ പ്രാർത്ഥനയുടെ ഫലം. ആദ്യം കിട്ടിയ ജോലിക്ക് എന്നെ പോണമെന്നുള്ളത് എന്റെ അമ്മയുടെ ഒരു ആഗ്രഹമായിരുന്നു. പിന്നെ ഇങ്ങനെ ഒരു ജോലി കിട്ടിയത് കൊണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന കൊണ്ടും ഞാൻ അവിടെ പോകുന്നതായി പ്രഖ്യാപിക്കുന്നു. അനുഗ്രഹിക്കൂ, ആശീർവദിക്കൂ. താങ്ക് യു. നീ റൗണ്ട്സിനോമ്പോ നമ്മളെ കൂടെ ഓർക്കണ രാമകൃഷ്ണ. ഏലത്തൂർ പോലീസ് സ്റ്റേഷനിലെ സുന്ദരികളെ, രാമകൃഷ്ണൻ ഇതാ വരുന്നു. പപ്പാ, എനിക്ക് വയ്യ പപ്പ ഇവിടെ ജീവിക്കാൻ. ഒന്ന് രണ്ടിന് പോകാൻ പോലും അവിടെ അനുവാദം വേണമെന്ന് വെച്ചാ പപ്പ. മിണ്ടരുത്. നീ ഒറ്റ ഒരുത്തം വെച്ച വെടിയായി കുഴപ്പമൊക്കെ ഉണ്ടാക്കിയത് അനുഭവിച്ചു. ഇതിനൊക്കെ കാരണം അവൾ ഒറ്റ ഒരുത്തിയാ ആ SI അരുന്ധതി. ആരുടെ കോണകം തിരുമ്പിയിട്ടാണെങ്കിലും വേണ്ടില്ല, എത്ര പൈസ മുടക്കിയിട്ടാണെങ്കിലും വേണ്ടില്ല, അവളെ ഒരു സസ്പെൻഷൻ അടുപ്പിച്ച് വീട്ടിലെടുക്കണം. അതിനുള്ള വഴിയാ ഞാൻ നോക്കുന്നത്. അവളുടെ ഒരു സസ്പെൻഷന് വേണ്ടി എത്ര കാലത്ത് ഞാൻ ട്രൈ ചെയ്യുന്നു. ഇനിയിപ്പോ നമുക്ക് ഒന്നിച്ചങ്ങ് ട്രൈ ചെയ്യാം. അതിനൊരു വഴിയുണ്ട്. എന്റെ വക്കീൽ ബുദ്ധി തോന്നിയതാ. എന്നാ പറഞ്ഞു തൊലക്കി. പോലീസ് സ്റ്റേഷൻ ഇരിക്കുന്ന 25 സെന്റും വീടും നമ്മുടെ ഒരു പരിചയക്കാരൻ്റെയാ. അത് നമുക്കങ്ങ് വാങ്ങിച്ചാലോ? പപ്പ, നമുക്കിവിടെ ഒരു നല്ല വീടുണ്ടല്ലോ, പിന്നെ എന്തിനാ പൊളിഞ്ഞു കെട്ടണം? അത് തർക്കത്തിൽ കിടക്കുന്ന വസ്തുവല്ലേ, അത് വാങ്ങിയിട്ട് എന്താ ഗുണം? സേവിയർ സാർ, നോട്ട് ദ പോയിന്റ്. ഗുണമുണ്ട് സാർ, ഞാൻ വർക്കൗട്ട് ആക്കി തരാം. ഒരുപാട് ഐഡിയ പറഞ്ഞ് പൊളിഞ്ഞിട്ടുണ്ടെന്നറിയാം, പക്ഷെ ഇതങ്ങനല്ല സാർ, വിശ്വസിക്കണം പ്ലീസ്. താൻ അതിന്റെ ഉടമസ്ഥനോടൊന്ന് സംസാരിക്കേ. ഓക്കെ. അരുന്ധതിക്ക് നിരന്തരം തലവേദന ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. ആ SI സസ്പെൻഷനിലായാൽ അന്ന് തന്നെ എനിക്ക് ഡിവോഴ്സ് മേടിച്ച് തരണേ പപ്പ. മാറി തിരിച്ചു അങ്ങോട്ടെന്ന് വെച്ചാ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി, ഞാൻ ഇറങ്ങുക. സീസർ പോയോ? ആണ്ടെ മരുമോള് ചായ ആയിട്ട് വരുന്നു. പപ്പ, ചായ. ചായ വേണ്ട, ഒന്ന് എനിക്കാവാ. വേണ്ട. ഈ ചായനും ചായ വേണ്ടേ? ചായ അല്ല, ചാരായം കുടിക്കാനാ തോന്നുന്നു. ഒന്ന് കയറി പോകുന്നുണ്ടോ?
ചായയുടെ കൂടെ കടിയുണ്ടോ? ഹലോ, വനിതാ പോലീസ് സ്റ്റേഷൻ. വേണ്ട വേണ്ട, ഞാൻ കുടിച്ചോളാം. അപ്പൊ പേടിയുണ്ടല്ലേ? ഇവനൊക്കെ ഉണ്ടാക്കിയ നേരത്ത് 4 വാഴ വെച്ചിരുന്നെങ്കിൽ അത്രയെങ്കിലും ഉപകാരം ഉണ്ടായിരുന്നു. പാതിരാത്രിക്കല്ലയോ വാഴ നടാൻ പോകുന്നത്, അതും കുഴിമടിയാനായ സാറ്. പാപ്പാ, എന്നെയും കൂടെ കൊണ്ടുപോകും. ഈ സീറ്റ് വേറെ വണ്ടി. ഇവിടെ ഇരുന്നു. സ്ത്രീകളുടെ സീറ്റിലിരിക്കുന്ന പുരുഷന്മാർക്ക് ഇടിയാണ്. ഇതേത് രാജ്യം? എനിക്ക് എവിടെയൊന്നുമില്ല. ഞാനേ പോലീസാണ്. പെട്ടെന്ന് അങ്ങോട്ട് കേറ്. ഇനി ഒരു വണ്ടി വരാൻ എത്ര സമയാവും? ഇരിക്കണം, എന്തോ ഇരിക്കണം. ഇരുന്നോളൂ. അല്ല, മാറണം. എന്താ മാറിക്കോളൂ. താൻ എഴുന്നേറ്റ് മാറണം. എനിക്ക് ഇരിക്കണം. ഇത് സ്ത്രീകളുടെ സീറ്റാ. കണ്ടോ, ഇതാണ് ഈ നാടിന്റെ പ്രശ്നം. ഒരു സ്ത്രീയും ഒരു പുരുഷനും ഒരുമിച്ചിരുന്നോ സംസാരിച്ചെന്നോ കരുതി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. മാറ്റേണ്ടത് നമ്മുടെയൊക്കെ അടിസ്ഥാനപരമായ ചില ചിന്താ രീതികളാണ്. ഞാൻ സ്ത്രീകളെയൊക്കെ ഒരുപാട് ബഹുമാനിക്കുന്ന ആളാണ്. അമ്മച്ചി ഇവിടെ ഇരിക്കണം. ആരാണോ അദ്ദേഹം അമ്മച്ചി? എന്റെ വായിന്നൊന്നും കേൾക്കരുത്. സ്ത്രീകളുടെ സീറ്റിൽ മാറണം അങ്ങോട്ട്. എന്താ എന്താ ജാനിയെടുത്ത പ്രശ്നം? ഇത് കണ്ടില്ലേ? പെണ്ണുങ്ങളോടാണോ തന്റെ കളി? ഈ നാട്ടിലെ രീതികളെ കുറിച്ചൊന്നും തനിക്കറിയില്ലേ? ഇവിടുത്തെ SID എല്ലാം കാണും. കിട്ടണം. വണ്ടി പോലീസ് സ്റ്റേഷനിലേക്ക് പോട്ടെ. അത് തന്നെ. പോലീസ് സ്റ്റേഷനിലേക്കോ? അപ്പൊ എനിക്ക് സൗകര്യം, ഞാൻ അവിടെ ഇറങ്ങിക്കോളാം. ഇങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. നീ സ്റ്റേഷനിൽ വിളിച്ച് പറയടി. മാഷ രാവിലെ തന്നെ പണിയാക്കല്ലോ, ഒന്ന് മാറിക്കോളും. ആ സ്റ്റേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ഇന്നത്തെ ദിവസം നോക്കാം, പിന്നെ നിന്റെ ജീവിതം. വനിതാ പോലീസ് സ്റ്റേഷനില്ലേ? ഈ നാട്ടിലെ രീതികൾ ഞാനൊന്നും കാണട്ടെ. കാണും. ഒന്ന് പറയേ. അതെ സർ. അല്ല മാഷേ, ഇപ്പൊ ശരിക്കും തനിക്ക് എങ്ങോട്ടാ പോണ്ടേ? ഓക്കേ സർ. പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ ടിക്കറ്റ് എടുക്കാണ്ട് പോലെ. ഉമ്മാരുടെ രോഗം ഞാൻ തീർത്തു കൊടുക്കുന്നുണ്ട്. അവൻ ഇന്ന് കളി. പെണ്ണുങ്ങളെ തോണ്ടാനും പിടിക്കാനും. ഇവനാണോ? സാറേ, അവനല്ല, ദാ ഇവനാണ്. ആണോ? ആരാണ് പിന്നെ? ഇവനാണോ? പെണ്ണുങ്ങളെ സീറ്റിൽ നിന്ന് പുതി മാറില്ലടാ. ഞാൻ പറയുന്നത് കേൾക്കും. ഞാൻ പോലീസാണ്. ഞാൻ പോലീസാണ്. ഇന്നലെ DGP ആണെന്നാ പറഞ്ഞത്. എന്റെ ബാഗ്. ഞാൻ ചെട്ടിയാര് തമിഴ്നാട് കമ്പന്തേനിയില് പച്ചക്കറി കച്ചവടം നടത്തുകയാണ്. കട്ടപ്പനയിലുള്ള എന്റെ ഭാര്യയെ കാണാൻ വേണ്ടി ഞാൻ എന്റെ വണ്ടിയിൽ ഇവിടം വരെ വന്നതാ. അത് പോലീസ് പിടിച്ചു. ഇപ്പൊ കട്ടപ്പൊക്കെ വലിയ വലിയ ബസ്സൊക്കെ പോലീസ് സ്റ്റേഷൻ ഇറങ്ങി പോണ കാണുമ്പോ കൊതിയാവുക. എന്റെ ഈ ചെറിയ വണ്ടിക്ക് വേണ്ടി എത്ര ദിവസമായി കയറി ഇറങ്ങ. പോലീസമ്മേ, പോലീസമ്മേനെ സാറേ പേപ്പർ. എന്ത് പേപ്പർ? ഈ ഇതില് പൊല്യൂഷന്റെ പേപ്പർ എവിടെ? എന്ന് വെച്ചാ എന്താ? പുകയുടെ പേപ്പർ എവിടെ? പുകയുടെ ഞാൻ നേരത്തെ തന്നല്ലോ. അതെല്ലാം കൂടി ഒന്നിച്ചു കൊണ്ടുവന്നാ മതി. സാറേ, പൊല്യൂഷൻ അല്ല പോലീസ് സ്റ്റേഷൻ എത്ര മണി വരെ ഉണ്ടാവും? പോലീസ് സ്റ്റേഷൻ വല്ല സമയം ഉണ്ടോടോ? ഇല്ല. താൻ 2 ദിവസം കഴിഞ്ഞിട്ട് വന്നാ മതി. സാറേ, എന്റെ വണ്ടി വനിതാ പോലീസ് കൊണ്ടുപോകണോ? ഈ പേപ്പർ ഒക്കെ ശരിയാക്കിയിട്ട് തനിക്ക് ഈ വണ്ടിയായിട്ട് പൊക്കൂടോ? അല്ല പിന്നെ നല്ല ആരോഗ്യമുണ്ട്. അതെ, എക്സ്ക്യൂസ് മീ. ആക്ച്വലി എന്നെ മനസ്സിലായില്ലെന്ന് തോന്നുന്നു. ഞാൻ പുതിയതായിട്ട് വനിതാ പോലീസിൽ ചേരാൻ വന്നത്. ഏകദേശം 2 വർഷം പോലീസ് ചേരാനുള്ള എല്ലാ വകുപ്പും ചേർത്ത് ഒരു FIR തയ്യാറാക്കുന്നുണ്ട്. അന്നമ്മ, ഒരു ഫോട്ടോ എടുത്തു വെച്ചോ, നമുക്ക് പത്രത്തിൽ കൊടുക്കാം. ഒരു മിനിറ്റ്. ഇപ്പൊ മാഡം ഉദ്ദേശിച്ചത് പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആണെങ്കിൽ എന്റെ ബാഗിലുണ്ട്. എടുക്കണോ? താൻ ആളൊരു കുഴപ്പക്കാരനാണല്ലോ. ഞാൻ പറഞ്ഞ സത്യമാണ്. ഞാൻ പുതിയതായിട്ട് ജീപ്പ് ഓടിക്കാൻ വന്നതാണ്. എന്റെ അപ്പോയിന്റ്മെന്റോട് ഡ്രൈവറായിട്ട്. സോറി, ഞാനൊരു മെക്കാനിക്കൽ എഞ്ചിനീയർ കൂടെയാണ്. ആദ്യം വന്ന ജോലിക്ക് തന്നെ പോകണമെന്നുള്ളത് അമ്മയുടെ ആഗ്രഹമായിരുന്നു. എന്റെ അച്ഛനൊരു ഡ്രൈവറായിരുന്നു, ലോറി ഡ്രൈവർ. അച്ഛനിപ്പോ ഇല്ല, മരിച്ചുപോയി. താനിവിടെ നിക്ക്.
അന്നമ്മ. അന്നമ്മ. എന്റെ ക്ലാസ്സിൽ ഒരു അന്നമ്മ ഉണ്ടായിരുന്നു, അന്നമ്മ തോമസ്. ഞാൻ അവളെ അന്ന എന്നാ വിളിച്ചോണ്ടിരുന്നു. ഏതാണ്ട് തനിക്കിപ്പോ എന്താ വേണ്ടത്? വെള്ളം. ആ മുറി ചെല്ലുമ്പോ ശരിക്ക് വെള്ളം കുടിച്ചോളൂ. അരുന്ധതി വർമ്മ. മേഡം, എന്താടോ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടാണല്ലോ തന്റെ വരവ്? അത് പിന്നെ ബസ്സിൽ സീറ്റ് ഒഴിഞ്ഞിരുന്നപ്പോ ഞാൻ ഓഹോ, ഒഴിഞ്ഞെടുക്കുന്ന എല്ലാ സീറ്റിലും താൻ കയറിയിരിക്കോ? എന്നാ പിന്നെ ഈ സീറ്റിൽ കയറി ഇരിക്കടോ. ഇവിടെ ചില രീതികളൊക്കെ ഉണ്ട്, അതൊക്കെ അനുസരിച്ച് നിന്നോണം. ഡിസിപ്ലിൻ അതെനിക്ക് മസ്റ്റാ. ബാക്കിയെല്ലാം ലതിക പറഞ്ഞുതരും. ഈ സ്ത്രീകളോടൊക്കെ താൻ എങ്ങനെ? അങ്ങനെയൊന്നുമില്ല. എങ്ങനൊന്നും ഇല്ലാന്ന്? ഈ എല്ലാരെയും പോലെ തന്നെ എല്ലാരും സഹോദരി സഹോദരന്മാരാണല്ലോ ഭാരതീയർ. എന്താടോ കളിയാക്കുവാണോ? തന്റെ വേലത്തരങ്ങളൊക്കെ കൈ വെച്ചിരുന്നാ മതി. എന്നോട് വെളച്ചിലെടുത്തിട്ടുള്ള ഒരു ഡ്രൈവർമാരും ഇന്ന് സർവീസിലില്ല, മനസ്സിലായോടോ? ഡ്യൂട്ടിയോടൊപ്പം നൈറ്റ് ഡ്യൂട്ടി ഓവർ ടൈമിൽ ചെയ്യേണ്ടി വരും. ചെല്. മേനോൻ സാറിന്റെ വീട്ടിലെ സെക്യൂരിറ്റി ക്യാബിനിൽ ഇയാൾ സ്റ്റേ ചെയ്യട്ടെ. അവിടെ നൈറ്റ് പെട്രോളിംഗ് സ്ട്രോങ് ആക്കണം. എപ്പോ വേണമെങ്കിലും ഒരു ആക്രമണം നടന്നേക്കാം. ശരി മേഡം. ആ രാമകൃഷ്ണ, നാളെ രാവിലെ വന്ന് ജോയിൻ ചെയ്തോളൂ. താമസ സ്ഥലത്തേക്ക് അധികം ദൂരമൊന്നുമില്ല. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിലേ മെട്രോ റെയിൽ ചെയർമാൻ മുകുന്ദൻ മേനോന്റെ വീട് ചോദിച്ചാൽ മതി. മുകുന്ദൻ മേനോൻ അയാൾക്ക് നേരെ വീട് വാടക കൊടുക്കുന്നു. പുതിയ ഡ്രൈവറല്ലേ? ഷഡിയൊക്കെ കണ്ടു. ഇത്രയും മോഡേൺ ആയിട്ടുള്ള ഒരാള് പോലീസായിട്ട് ആദ്യമായിട്ട് അവിടെ വരുന്നേ. എന്താ ചെയ്യാമോ? പിന്നെ ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. ഇത് പണിയാ. അതെ, ഒരപേക്ഷയുണ്ട്. ദേവി ഇത് പ്രേമിച്ചു കളയരുത്. വളരെ കഷ്ടപ്പെട്ട് കിട്ടിയ ഡ്രൈവറാ. എന്തെങ്കിലും ഒരു കാര്യം മതി SIക്ക് പിരിച്ചുവിടാൻ. പേര് ചോദിക്കാൻ. ഹലോ, താനിതുവരെ പോയില്ലേ? ഇതാണ് ഇതെന്താ റിസർവ്ഡ് ഫോറസ്റ്റ്? ഓക്കെ ഏട്ടാ, താങ്ക് യു. ഇത് ഒരുപാടുണ്ടല്ലോ. താമസില്ലേ? ഏറുമാടോ, ഇവിടെ ആന ഇറങ്ങും. ഇവിടെ ആരും ഇല്ലല്ലോ. ഏത് മുറിയിലാ കിടക്കുക? നല്ലൊരു ഇൻട്രൊഡക്ഷൻ.
ഞാൻ പറയുന്നത് കേക്ക്. ഞാൻ പോലീസാ. എന്താ ഇവിടെ ആരോടാ താൻ? ഞാൻ പോലീസാ. ഡ്രൈവർ രാമകൃഷ്ണൻ. ഡ്രൈവർ കണ്ടിട്ടാണ് തോന്നുന്നില്ലല്ലോ. പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. ഞാൻ പോലീസ് സ്റ്റേഷനിൽ വരുന്നു. ഓ ജയിൽ ചാടി വന്നതാ അല്ലേ? അല്ലല്ല, പോലീസുകാർ പറഞ്ഞിട്ടോ പിടിവെക്കരുത്, ഗേറ്റ് തുറക്കാൻ പറ്റോണ്ട് ചാടിക്കരുത്. വന്നോ? ലതിക വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു പുതിയ ഡ്രൈവർ വരുന്നുണ്ടെന്ന്. ഇതാണോ ഡ്രൈവർ? കണ്ടിട്ട് നല്ല കള്ള ലക്ഷണം ഉണ്ടല്ലോ. നമ്മുടെ സുരക്ഷയ്ക്കാന്നും പറഞ്ഞ് ഇവനെയൊക്കെ വിശ്വസിക്കാമോ? ഇവൻ സ്റ്റേഷനിൽ പോയിട്ടാ വരുന്നത്. കുഴപ്പമൊന്നും ഉണ്ടാവില്ല. പിന്നെ ആ സെക്യൂരിറ്റി ക്യാബിനിലാണ് താമസം. ഓ, ആ സെക്യൂരിറ്റി ക്യാബിനിലാണല്ലേ നമ്മുടെ താമസം? നമ്മുടേതല്ല, നിന്റെ. എന്റെ. ഹലോ ഹലോ. എടാ, ഇവിടെ മുഴുവൻ പ്രശ്നമാടാ. അത് പറയാൻ വിളിച്ചിരുന്നു, കിട്ടിയില്ല. നീ ജോയിൻ ചെയ്തില്ലെങ്കിൽ എത്രയും പെട്ടെന്ന് സ്കൂട്ടായിക്കോ. എടാ, ഇതാ ഹവീൽദാർ പണി തന്നാടാ. ഇന്ന് ട്രെയിനിങ് ക്യാമ്പിൽ ചീഫാ ഞങ്ങളോട് പറഞ്ഞത്. പൊന്ന ആശാനെ, ആ പെണ്ണുമ്പളൊരു താടകയാന്നാ കേട്ടേക്കണേ. അളിയാനൊരു റെയിൽവേ ട്രാക്കിലാണ് തല വെച്ചേക്കണത്. എത്രയും പെട്ടെന്ന് അവിടുന്ന് സ്കൂട്ടാവുന്ന നോക്കിയോട്ടാ. ശരി, ഞാൻ തിരിച്ചു വിളിക്കും. ഹലോ, വനിതാ പോലീസ് സ്റ്റേഷനല്ലേ? അതെ, പറഞ്ഞോളൂ. ആ, ഇവിടെ ടൗണിൽ ഭയങ്കര പ്രശ്നം നടക്കുക. വേഗം വരണം. എവിടെയാണ്? മാർക്കറ്റിന്റെ അടുത്താ. പിന്നെ വരുമ്പോഴേ ആ മുംതാസ് പോലീസിനെ കൂടെ ഒന്ന് കൊണ്ടുവരുമോ? വെച്ചിട്ട് പോടാ റാസ്കൽ. നീ ആരാണെന്നൊക്കെ എനിക്കറിയാം. നിന്നെ പൊക്കാനേ എനിക്ക് അധികം സമയം വേണ്ട. വേണ്ടായിരുന്നു, ഇന്നും കൊള്ളമായി. ആരോടെ രാവിലെ തന്നെ ചൂടാവുന്നത്? രാവിലെ തന്നെ ഓരോ വഷളന്മാരിറങ്ങും മനുഷ്യന് തലവേദന ഉണ്ടാക്കാൻ. ഇത് വണ്ടിയില്ലേ? പുതിയ ജീപ്പ. എന്താ നിന്റെ പേര്? ഞാനൊരു പൊളി പൊളിക്കും മോനെ. ജീപ്പ് ഓടിക്കാൻ ഡ്രൈവർ വന്നു. അപ്പൊ ഇന്നെന്റെ വണ്ടി കിട്ടും. മുരുക, ഒന്ന് തള്ളി തരുമോ? ഞങ്ങൾ തള്ളിയ പോവോ? ഞങ്ങളും വരാം. താങ്ക് യു, താങ്ക് യു, താങ്ക് യു. തള്ളു തള്ളു തള്ളു. വായ നോക്കി നിൽക്കാതെ പോയി വണ്ടി തള്ളടോ. എനിക്ക് ഭാരമുള്ള ജോലിയും ചെയ്യാൻ പറ്റില്ല സാറേ. എന്താ? എന്റെ ശ്വാസകോശമേ ഇങ്ങ് വന്നേ, സ്പോഞ്ച് പോലെയാ.
പോയി വണ്ടി അല്ലടോ കാഴ്ച കണ്ടോണ്ടിരിക്കുക. ചിലയിടത്ത് പുക, ചിലയിടത്ത് ചാരം. മോളെ ഈ വണ്ടിക്ക് ഇതെന്ത് പറ്റി? ആ അവിടെ ആഞ്ഞു തള്ളോ. എന്നെയല്ല വണ്ടി തള്ളോ. സ്പീഡ് കുറച്ച് എന്റെ വണ്ടി തരണട്ടാ. സ്റ്റാർട്ടായല്ലോ. അപ്പൊ ശരി, ഓക്കെ പോയിട്ട് വരാം. ആഴ്ചക്കാഴ്ചക്ക് എന്റെ വണ്ടിക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ചോദിക്കുന്ന പാർട്ടികളാ. പോലീസ് ജീപ്പിന്റെ ഒക്കെ ഒരു അവസ്ഥയല്ലേ സാറേ? സാറേ എന്റെ വണ്ടി. നിന്റെ വണ്ടിയല്ല നിന്റെ പറയുന്നില്ല. മാറോ. ആരാ? ഞാൻ പുതിയ പോലീസ് ഡ്രൈവറാ. ഓ മനസ്സിലായി. ഭാഗ്യം. ശരി മുത്തശ്ശി, ഞാൻ പോയിട്ടില്ല. താനെങ്ങോട്ടാ? കേട്ടണ്ടേ? പോയി കേറടോ. ഭർത്താവ് ചെലവിന് കൊടുക്കുന്നില്ല, അമിത മദ്യപാനം, ഭാര്യയെ സംശയം തുടങ്ങിയ ഒരു 50 കേസുകളെങ്കിലും ദിവസം ഇവിടെ കിട്ടുന്നുണ്ട്. വനിതാ പോലീസ് സ്റ്റേഷൻ തുടങ്ങിയിട്ട് 42 വർഷമായി. അന്നും ഇന്നും വരുന്നതോ ഇതേ കേസുകൾ തന്നെ. അത്ര സഖിയിട്ടു മാഡം, അല്ലെങ്കിൽ ഈ പരാതിയുമായിട്ട് ഞാൻ വരില്ലായിരുന്നു. ഈ കുഞ്ഞിന് എത്ര വയസ്സുണ്ടെന്ന് ചോദിച്ചു നോക്കി ദേഹത്തോട്. ഓട്ടക്കാരനും യാത്രക്കാരനും പോലെ ഉള്ള സ്വഭാവം എന്നും തല്ലും മുഴക്കും. സഖി ഇടത്തെ ഞാൻ പോയി കുടിക്കണേ. താനത്ര നല്ലയാളൊന്നും അല്ല, ഞാൻ വ്യക്തമായി അന്വേഷിച്ചതാ. കൂടെ ഒരു കുട്ടി ഉണ്ടെന്നുള്ള കാര്യമെങ്കിലും 2 പേര് ഓർക്ക്. ഒരു ലാസ്റ്റ് ചാൻസ് കൂടി ഞാൻ തരാം. വനിതാ സെല്ലിന്റെ ഒരു കൗൺസിലിംഗ് സെഷൻ അറ്റൻഡ് ചെയ്യണം. എന്നിട്ട് നമുക്ക് ആലോചിക്കാം പിരിയണോ വേണ്ടയോ എന്ന്. ശരി, ചെല്ല്. ശരി മേഡം. ഇവിടെ കയറി ഇറങ്ങി ഇവിടെ ചീത്ത കേൾക്കണ സമയം കൊണ്ടേ കുടി നിർത്തി കുടുംബം നോക്കാം. ആ കൊച്ചിനെ കേട്ടെ ആണോ പെണ്ണോ മറന്നുപോയി. രാമകൃഷ്ണ, ഇതൊന്ന് DTP എടുത്തിട്ട് വാ. ഇവിടുത്തെ കമ്പ്യൂട്ടർ കേട്ടാ. ഇവിടത്തെ കമ്പ്യൂട്ടർ ശരിയാക്കി ഇവിടുന്ന് DTP എടുത്ത് തന്നാ പോരെ? ഇതെപ്പോ പഠിച്ചു? ചെറുത് മെക്കാനിക്കല്. എന്നേക്കാൾ പ്രായമുണ്ടോ? సార్ నేను ఒక్క ఫిర్యాదు ఇవ్వాలి. మేడం సార్ మా దగ్గర ఉన్న కొద్ది కల్పించడం లేదు. మేము 2 రోజుల నుంచి వెతుకుతున్నాము. ఆ బస్ స్టాండ్ పరిసరంలో కల్పించకుండా పోయింది. మేము భోజనం చేసేటప్పుడు ఎవరో దొంగిలించారు. దయచేసి దయచేసి సార్, దయచేసి. ఏంటి కష్టం? നിനക്കിതൊക്കെ അറിയോ? പിന്നെ కొంచెం కొంచెం తెలుసు. ఎలాగైనా దాని వెదకి పెట్టండి సార్. ఇక దాని వెదగడానికి ఒక్క స్థలం కూడా లేదు. నీకు పుణ్యం వస్తుంది. అది మా జీవితం. కోతి పిల్ల కనిపించడం లేదు. പിച്ചടം പെൺകുട്ടി. ഇവരുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ കാണാനില്ല. ആണോ? എന്നാ കംപ്ലൈന്റ് എഴുതാനും പറ. ഒരു കംപ്ലൈന്റ് കൊടു. ആ കുട്ടിയുടെ ഒരു ഫോട്ടോ ഉണ്ടെങ്കിലേ നമുക്കത് അത്യാവശ്യം തരാൻ പറ. പിള്ള ഫോട്ടോ ఫోటో ഫോട്ടോ గ్రూప్ ఫోటోనే ఉంది. ഗ്രൂപ്പ് ഫോട്ടോ ആയാലും മതി അല്ലേ? മതി. ఆ ఫోటోలో రెడ్ రౌండ్ వేస్తుంది. అదే మా కోది. അതില് റെഡ് റൗണ്ട് ഇട്ടതാണെന്ന് കണ്ടില്ലേ?
CPU അഴിച്ച് വെച്ചിട്ടുണ്ട്. നാരായണേട്ടാ, ഒരിക്കലും വിൽക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ ആ പോലീസ് സ്റ്റേഷൻ ഇരുന്ന സ്ഥലം ഞാൻ വിട്ടുകളഞ്ഞതാ. പുറമ്പോക്ക് വരെ ഞാൻ വിറ്റിരിക്കുന്നു, പിന്നാണ് ഒരു പോലീസ് സ്റ്റേഷൻ. ഈ വിലക്ക് ആ സ്ഥലം പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഒരു ഒന്നൊന്നര സംഭവം കേട്ടോ. പിന്നെ പോലീസ് സ്റ്റേഷൻ മാറിപ്പോയ എന്റെ കഞ്ഞിയൂടി മുട്ടുമെന്ന് അറിയാലോ. അതുകൊണ്ട് രജിസ്ട്രേഷൻ കഴിഞ്ഞാൽ ഇന്ന് തന്നെ എനിക്ക് കിട്ടാനുള്ള പൈസ കിട്ടണം. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ? എത്ര തന്നാലും ഈ കച്ചവടത്തിൽ എനിക്കൊരു നഷ്ടവും ഇല്ല. അതാണ് നാരായണൻ. ആ, ദേ അവനെത്തി. സാറേ ഈ കച്ചവടമെങ്കിലും പൊളിയല്ലേ? പിന്നെ എല്ലാം ഞാൻ റഷീദിനോട് പറഞ്ഞ് ഉറപ്പിച്ചു വെച്ചു. എല്ലാം പടച്ചോന്റെ കൃപ. സാറേ, ഇതാ റഷീദ്, നമ്മുടെ പാർട്ടിയുടെ കർഷക കോൺഗ്രസിന്റെ കമ്മിറ്റിയിലൊക്കെ ഉള്ള ആളാ. നമ്മുടെ പാർട്ടിയിലോ? നമ്മൾ കുറച്ച് പേരല്ലാതെ മറ്റാരും പാർട്ടിയിലില്ലല്ലോ. അയ്യോ, ഇയാള് പാർട്ടിയിലുണ്ടെന്ന്. എന്റെ സാറേ, സമയം അങ്ങ് പോകുന്നു. അതിന് മുമ്പ് രജിസ്ട്രേഷൻ നടത്താം. വല്ല പോലീസുകാരെ കാണാൻ കണ്ട എല്ലാവരും അകത്താകും. അത് കൊള്ളാലോ. പാർട്ടിയിൽ പുതിയ അണികളൊക്കെ വരുന്നുണ്ടല്ലോ. അണിയല്ല, കെണി. ഇങ്ങോട്ട് വാ സാറേ. ഇവരെന്തും വേറെ പടി. കൊച്ചിക്കാരായ ഞങ്ങളൊക്കെ സ്വപ്നമാണ് മെട്രോ റെയിൽ. എന്താ ഇവിടെ ഇത്ര പോലീസ് പ്രൊട്ടക്ഷൻ കാരണം? മാവോയിസ്റ്റുകാർ സാറിനെയും കുടുംബത്തെയും കിഡ്നാപ്പ് ചെയ്യാൻ സാധ്യതയുണ്ടെന്നൊരു ഇന്റലിജൻസ് റിപ്പോർട്ടിനെ തുടർന്നാണ് നമ്മുടെ പോലീസ് സ്റ്റേഷനെ ഈ ചുമതല ഏൽപ്പിച്ചത്. ആദ്യം ഒരു വനിതാ പോലീസ് സ്റ്റേഷനെ ഏൽപ്പിക്കാൻ പാടില്ലെന്നായിരുന്നു ഗവൺമെന്റിന്റെ നിലപാട്. പിന്നെ നമ്മുടെ SI മാഡം ഒരുപാട് ഫൈറ്റ് ചെയ്തിട്ടാ ഇത് ഏറ്റെടുത്തത്. ഏത് നിമിഷവും ഒരാക്രമണം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാനും ടിൻഡോയും 10 ദിവസമായിട്ട് ഇപ്പൊ അവിടെ താമസം. ഒരു സാധനം ഉണ്ടോ? ആ തണുപ്പടിക്കണോർത്ത് കൊണ്ടു കിട്ടിയേക്കോ. എല്ലാം പെറുക്കി വെക്കാനും എടുക്കാനും ഞാൻ മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോ ഇത് രാമകൃഷ്ണന്റെ കൂടി ഉത്തരവാദിത്വമാണ്. സുരക്ഷയിൽ ഒരു പിഴവും വരാൻ പാടില്ല. ഞാൻ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നതേ ഉള്ളൂ. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പുവരാം, ഡ്യൂട്ടിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. ഇപ്പോഴത്തെ റബ്ബറിന്റെ വിലക്ക് ഒന്നും ആയിട്ടില്ല. നടിയിരിക്കട്ടെ. ഒരു മിനിറ്റ്. എന്താ രാമകൃഷ്ണ? ആ ബൈക്കിന്റെ ഒറ്റയ്ക്കുള്ള ഇരിപ്പിൽ ഒരു പന്തികേടില്ലേ? ശരിയാണല്ലോ. ഞാനൊന്ന് നോക്കട്ടെ. അസമയത്തൊരു ബൈക്ക് ഒറ്റയ്ക്കിരിക്കുന്നു, അതും ഇടവഴിയിൽ. പ്രശ്നമാണല്ലോ. ഈ പാതിരാത്രിക്ക് ഇവിടെ വെച്ചിട്ട് എവിടെ പോയതായിരിക്കും? ദൂരെയൊന്നും പോയിട്ടുണ്ടാവില്ല. സൈലൻസർ തണുത്തിട്ടുണ്ട്. അതായത് പ്രതി ഇവിടെ എത്തിയിട്ട് ഏകദേശം ഒരു 13 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടാവും. KL 0773 നോക്കാം. വരട്ടെ. സാറേ, ആരാടാ നീ? എന്താണ് രാത്രിയിൽ? അല്ല സാറേ, ഈ വണ്ടിയുടെ പെട്രോൾ തീർന്നു പോയി. അപ്പൊ ഈ പെട്രോൾ ഇട്ടെന്ന് അറിയാൻ വേണ്ടി ഇറങ്ങിയ സാറേ. രാത്രി 12:30 വണ്ടിയുടെ പെട്രോൾ തീർന്നോ? സത്യം പറയടാ, നീ മാവോയിസ്റ്റ് അല്ലേ? അങ്ങനൊന്നുമില്ല സാറേ. എങ്ങനെയൊന്നുമില്ലെന്ന്? ഞാൻ കുട്ടിക്കാലത്ത് പെണ്ണുമ്പോൾ വീട്ടിൽ പോയത്. അപ്പം വണ്ടിയുടെ പെട്രോൾ തീർന്നു പോയി. നീ കുട്ടിക്കാലത്ത് പെണ്ണുമ്പിളുടെ വീട്ടിൽ പോയി? കുട്ടിക്കാലത്തല്ല സാറേ, കുട്ടിക്കാലത്ത് പെണ്ണുമ്പോൾ വീട്ടിൽ പോയപ്പോ പെട്രോൾ തീർന്നു. അപ്പൊ ഇങ്ങനെ നിങ്ങളുടെ മുമ്പിൽ കേട്ട് വന്നു. ഇങ്ങനെ വണ്ടിക്ക് ബുക്കും പേപ്പർ കണ്ടോടാ? ഉണ്ടാവും സാറേ. എടുത്തുണ്ടോ? ഇതൊന്നും വെച്ചത് അല്ല, വേണ്ട. ഇപ്പൊ പണി വാങ്ങിച്ചത് ഉണ്ടായാൽ മതിയായിരുന്നു സാറേ. ഭാഗ്യം. അതെ, ഇവനെ പൊക്കി സ്റ്റേഷനിൽ കൊണ്ടുപോകുന്ന നല്ലത്. തന്നെ സത്യം പറഞ്ഞോളൂ. ഓക്കെ അല്ലേ സാറേ? ബുക്കും പേപ്പറൊക്കെ കറക്റ്റ്. കണ്ടിട്ട് ഒരു പാവം തോന്നുന്നു. വീട്ടേക്കാലേ വെറും പാവാ സാറേ. ഒരു കാര്യം ചെയ്, വന്ന് വണ്ടി കയറി. ഹൈവേയില് പെട്രോൾ കിട്ടും. ഞങ്ങളുടെ സ്റ്റേഷൻ അതിർത്തിയില് ആരും ബുദ്ധിമുട്ടാൻ പാടില്ല. മനസ്സിലായി? മനസ്സിലായി. വാ, വന്ന് വണ്ടി പോ സാറേ. ഞാൻ പറയില്ലെന്നുള്ളത് സാറേ. മേളത്ത് ചുവന്നലേക്ക് വർക്ക് ചെയ്യില്ല സാറേ? മിണ്ടാതിരിക്കണം. അതെ, വേണ്ട. താൻ എവിടത്തെ പോലീസുകാരനാടോ? റബ്ബർ മോഷ്ടിക്കാൻ വന്ന കള്ളനെ ജീപ്പിൽ കയറ്റി പെട്രോൾ വാങ്ങിക്കൊടുത്ത് വിട്ടിരിക്കുന്നു. പെണ്ണുങ്ങൾ മാത്രം ഉണ്ടായിരുന്നപ്പോ ഇവിടെ ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ലല്ലോ. വന്ന ദിവസം തന്നെ ഇങ്ങനെയാണെങ്കിൽ ഇനി അങ്ങോട്ട് എങ്ങനെയായിരിക്കും? തന്നെ കുറിച്ച് ഇനി ഒരു കംപ്ലൈന്റ് കൂടി കേട്ടോന്ന് ഞാൻ അറിഞ്ഞ അന്ന് തന്റെ സസ്പെൻഷനാ. മനസ്സിലായോടോ? എല്ലാരും കേൾക്കാൻ വേണ്ടി പറയുക. ഒരു പോലീസ് ഓഫീസറിന്റെ റെസ്പോൺസിബിലിറ്റി എല്ലാരും മനസ്സിലാക്കണം. ഞാൻ ഒറ്റയ്ക്ക് വിചാരിച്ച ഈ നാട് നന്നാക്കാൻ പറ്റില്ല. ഇതുപോലൊരു മണ്ടനെയാണല്ലോ ഇവിടെ ഡ്രൈവറായിട്ട് കിട്ടിയത്.
ഗുഡ് മോർണിംഗ്. താനേ ഈ ലിസ്റ്റിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് എടുത്തേ. സാധാരണ വനിതാ പോലീസുകാരാണ് ഇങ്ങനെയുള്ള സാധനങ്ങൾ വാങ്ങാൻ വരാറ്. താൻ വനിതാ പോലീസുകാർക്ക് മാത്രം കൊടുക്കാറുള്ളൂ? അല്ല എടുത്തോളൂ. ഞാൻ വെറുതെ പറഞ്ഞതേ ഉള്ളൂ. വെറുതെ വരഞ്ഞിട്ട് ഈ പറഞ്ഞ സൈസിലുള്ളത് എല്ലാം ഇവിടെ ഇല്ല കേട്ടോ. കാര്യം ചെയ്യും 3 ഇച്ചിരി വലുത് മതിയോ സാറിന് ചോദിക്കും. ശരി, അതെ 238 സൈസ് എടുക്കാം. ബാക്കിയൊക്കെ ഒരേ സൈസ് മതിയെന്ന്. അത് നിനക്കങ്ങനെ അറിയാം? അന്നാ പെറ്റി കേസിൽ പോലീസ് പിടിച്ചില്ലേ അപ്പൊ. കഷ്ടം. പോലീസുകാരുടെ സ്കൂട്ടർ എടുത്തുണ്ടോ? നാണയില്ലല്ലോ സ്വന്തം വണ്ടി കട്ടോണ്ട് പോയി. വനിതാ പോലീസ് സ്റ്റേഷൻ വിൽപ്പനയ്ക്ക്. അങ്ങനെ തന്നെ വായിക്കണം. അയ്യോ വിൽക്കണ്ട സാറേ, നമുക്ക് ഇവിടെ റിസോർട്ട് പണിയാം. എന്നാ പിന്നെ ഒരു 5 സ്റ്റാർ ഹോട്ടൽ പണിയാം. മുൻവശത്ത് വലിയൊരു സ്വിമ്മിംഗ് പൂൾ. അപ്പൊ സാറിന് അംഗം കാണാൻ താലി അടിക്കാം. എന്നാ സ്വിമ്മിംഗ് പൂൾ പുറകുവശത്ത് ആയിക്കോട്ടെ. വായി നോക്കി അവിടെ നിന്നോണം. ഇങ്ങോട്ട് വരാനുള്ളതിന്. തുരുപ്പടിയല്ല, അത് കോൺക്രീറ്റ് ആടാ സാറേ. ഇനി ഈ ഫർണിച്ചർ എല്ലാം എന്റെ ഓഫീസിൽ കൊണ്ടിടാം. അവിടെ എന്റെ ഒരുപാട് കക്ഷികൾ വരുമ്പോ അവരെ ഇരുത്താലോ. കക്ഷികളാ നിനക്ക്? അങ്ങോട്ടിരി ഇരി. ആ കാലം അങ്ങോട്ട് കയറ്റി വെക്ക. ലോക തോൽവിയായിട്ട് മാറിയേക്കോ. വരുന്നുണ്ട്. എന്താടോ ഇവിടെ? ഈ വീട് ഞാൻ വിലക്ക് വാങ്ങി. ഒന്നുകിൽ ഞാനിത് മറച്ചു വെക്കും, അല്ലെങ്കിൽ ഞാനും എന്റെ മകനും ഇവിടെ താമസിക്കും. തീരുമാനിച്ചിട്ട്. തനിക്ക് മോനും താമസിക്കാനായിരുന്നെങ്കിലേ ഈ വീട് താൻ വാങ്ങേണ്ട ആവശ്യമില്ലായിരുന്നു. കാണിച്ചു കൊടുക്കണോ വക്കീലെ? 10 ദിവസത്തിനുള്ളിൽ ഇവിടുന്ന് മാറിയില്ലെങ്കിലേ കേസും കോടതിയൊക്കെ ആയിട്ട് അങ്ങ് കേറി ഇറങ്ങേണ്ടി വരും. വായിച്ചു നോക്ക. എന്താ പേര്? നിനക്കെന്നെ പുതിയ അടവുമായിട്ട് ഇറങ്ങിയിരിക്കുവാ അല്ലേ? പോലീസ് സ്റ്റേഷൻ ആക്രമിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഒരു കേസ് ഉണ്ടാക്കി ഇവരെ പിടിച്ച് അകത്തിടും. ആക്രമണോ? താൻ പോടോ. ഇയാളെ ജാമ്യത്തിലെടുക്കാൻ ആരെങ്കിലും വേണമല്ലോ. ഇവനൊക്കെ അധികം നേരം ലോക്കപ്പിൽ കിടന്നാലേ സ്റ്റേഷൻ മാറും. ചത്തോ? എണീക്കടാ. സാർ ഒന്നുകൊണ്ടും പേടിക്കണ്ട. ജയിലിലെ കാര്യമൊക്കെ ഞാൻ നോക്കിക്കളാം. അങ്ങനെ ഇതും പൊളിഞ്ഞു. വിചാരിച്ചൊരു ഭീകരാന്തരീക്ഷം ഇല്ലല്ലോ. ഇവിടെ ആരുമില്ലേ? ബസ്സിൽ കണ്ട അമ്മച്ചിയാണല്ലോ. ഈ കടയ്ക്ക് ലൈസൻസ് ഉണ്ടോ? ഈ പെട്ടിക്കടയ്ക്ക് ലൈസൻസ് വേണമെന്ന് എമാമാരും പറഞ്ഞിട്ടില്ല. ഓ, എന്നാ ഈ എമ്മ പറയുന്നു പെട്ടിക്കടയ്ക്ക് ലൈസൻസ് വേണം. ഇത് പിടിച്ചു പിടിക്കാൻ. ഇതുവരെ ലോക്കലാണല്ലോ. ഇതിന്റെ ISI മാർക്ക് അവിടെ. ഈ കട ഞാൻ പൂട്ടിക്കും. ഞാനേ ഭയങ്കര സ്ട്രിക്റ്റാ, മനസ്സിലായോ? ആ കണ്ണാടി ഇവിടെ വേറെ എന്തൊക്കെയുള്ള? താനാ വനിതാ പോലീസ് സ്റ്റേഷനിൽ പുതിയ വന്ന ഡ്രൈവറല്ലേ? ആണെങ്കിൽ ഇടോ തനിക്ക് നാണമില്ലല്ലോ ഇടോ. പെണ്ണുങ്ങൾ പറയുന്ന കേട്ട് നട്ടലില്ലാതെ ജീവിക്കാൻ. ഇടോ ഞാനും പണ്ടൊരു പോലീസ് ഡ്രൈവറായിരുന്നു. പക്ഷെ തന്നെ പോലെ പെണ്ണുങ്ങളുടെ നല്ല ആണുങ്ങളുടെ സ്റ്റേഷൻ. ഇടോ നിക്കടോ അവിടെ. വനിതാ പോലീസുകാർ വന്നിരിക്കുന്നു. സ്ത്രീകളെ നോക്കിയാ കുറ്റം, സംസാരിച്ചാ കുറ്റം,
പോയി ജോലി രാജിവെച്ച ആണുങ്ങളെ പോലെ നടക്കാൻ നോക്ക്. എന്തുമാത്രം കൊച്ചു പുസ്തകങ്ങൾ വിൽക്കുന്ന കടയായത്. ISI വന്നതിന് ശേഷം എല്ലാം തീർന്നില്ലേ? അതല്ലേ എനിക്ക് ഇത്ര ദേഷ്യം വന്നത്. ആ രാമകൃഷ്ണൻ വന്നല്ലോ. ഈ നാട്ടിലെ ആണുങ്ങൾ അത്ര കംഫർട്ടബിൾ അല്ല. അതെന്താ ഇപ്പൊ അങ്ങനെ തോന്നാൻ? ഒന്നും ഉണ്ടായിട്ടല്ല, എന്നാലും ഒരല്പ സ്വാതന്ത്ര്യക്കുറവുണ്ട്. അപ്പൊ എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടല്ലോ രാമകൃഷ്ണന്. ബിവറേജിൽ നിന്ന് മദ്യം വാങ്ങുന്നവരെ നമ്മൾ തല്ലാറുണ്ടോ? മദ്യപിച്ച വീട്ടിൽ വഴക്കുണ്ടാക്കിയ ഉറപ്പായിട്ടും തല്ലും. അല്ല പിന്നെ നല്ലവണ്ണം ഭാര്യയെ നോക്കി ജീവിക്കുന്നവന് ഇവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഭാര്യയെ കൂടാതെ വേറൊരാളെ കൂടി നോക്കുന്നവനെ ഞങ്ങളെ ചവിട്ടി കൂട്ടും. കാര്യം നിങ്ങൾ പറയുന്നതൊക്കെ ശരിയാ, എന്നാലും ആണുങ്ങളോട് ഇത്രയും വിരോധം പാടില്ല. നോക്ക് രാമകൃഷ്ണ, എന്റെ വീട്ടിലെ സകല ജോലികളും നോക്കുന്നത് എന്റെ ഹസ്ബൻഡാ. ഇവിടുന്ന് ടയേർഡായി വീട്ടിൽ ചെന്ന് കയറുന്ന ഞാൻ എന്ത് റിലാക്സ്ഡ് ആണെന്നറിയോ? തനിക്കൊരു കുടുംബമൊക്കെ ആവുമ്പോ അങ്ങനെയൊക്കെ ആയിരിക്കണം. ആ ഹെൽമെറ്റ് വെച്ച് ഒന്നോരൊന്ന് കാണുന്നു. നമ്മുടെ വീട്ടിലെ ജോലിയൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം. ഈ ഉന്നം പിടിക്കണല്ലാതെ വെടിവെക്കണമെന്നും കാണുന്നില്ലല്ലോ. എങ്ങനെ വെടിവെക്കും? ജാമ്പവാന്റെ കാലത്തുള്ള ഒരു തോക്കും പിന്നെ ആകെ ഉള്ളതാണെങ്കിൽ രണ്ടുണ്ട്. ഇതൊന്ന് പ്രാക്ടീസിന് ഉപയോഗിക്കണമെങ്കിൽ വരെ മോളിൽ നിന്ന് ഓർഡർ വേണം. ഒരു തീവ്രവാദി അറ്റാക്ക് വന്നാൽ നേരിടാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലേ? പിന്നെ ഓക്കെ രാമകൃഷ്ണ, ബൈ. എന്താ വക്കീൽ സാറേ? സേവ്യർ സാറേ, വനിതാ പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവറും ആ മുകുന്ദൻ മേനോന്റെ മകളും കൂടി ഒരേ കാറിൽ കുരുവികളെ പോലെ മുട്ടിയൊരുമി വന്ന് ഇറങ്ങുന്നു. ഇനി നീ പറയുന്നത് ഞാൻ വിശ്വസിക്കണ? ഫോൺ വെച്ചിട്ട് മോനെ. ഓക്കെ ഏറ്റില്ല. ഓ ചേച്ചിമാരെത്തിയോ? മോക്ക് പുറത്തു പോകാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ ലീവ് എടുക്കില്ലായിരുന്നല്ലോ. കഴിക്കുമ്പോഴെങ്കിലും ആ തോക്കൊന്ന് മാറ്റിക്കൂടെ? ബാത്റൂമിൽ പോകുമ്പോ വരെ ഞാൻ എന്റെ തോക്കുണ്ടു. എവിടാണ് ഭീകരം വരുന്നേന്ന് പറയാൻ പറ്റൂല. ജോലി പോകുന്നതിൽ എനിക്ക് വിഷമമൊന്നുമില്ല, പക്ഷെ നിങ്ങളെയൊക്കെ പിരിയാന്ന് പറയുമ്പോ എന്തോ ഒരു... എന്തായാലും എല്ലാവരും ഫോൺ നമ്പർ എന്തെങ്കിലും ഉണ്ടല്ലോ, ഞാൻ ഇടയ്ക്ക് വിളിക്കാം. ശരി, ഞാനും വിളിക്കണ്ട, ഹസ്ബൻഡ് വീട്ടിലുണ്ടാവും. അയ്യോ, ആ വിളിയല്ല, വെറുതെ നിങ്ങളൊക്കെ മിസ് ചെയ്യുമ്പോൾ വിളിയില്ലേ അത്. എന്താ രാമകൃഷ്ണ ഇത്? നിനക്ക് ആ കുട്ടിയുടെ കൂടെ ഹോസ്പിറ്റലിൽ തന്നെ നിന്നാ മതിയായിരുന്നില്ലേ? ഞാൻ എന്തായാലും അവരോടൊന്ന് ചോദിച്ചു നോക്കട്ടെ. ചോദിച്ചു നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, ആ എസ് എന്നെ പറഞ്ഞുവിടൂ, എനിക്ക് ഉറപ്പാ. അങ്ങനൊന്നും പറയരുത്, അള്ളാഹു നമ്മളെ പിരിക്കില്ല. രാമകൃഷ്ണന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ഇല്ല. അഹങ്കാരിയാണ് അവൻ. ഇത്രയും പറഞ്ഞിട്ടും അവന് വല്ല കുറ്റബോധം ഉണ്ടോ? രാമകൃഷ്ണന് മാത്രം ഈ കാര്യത്തിൽ കുറ്റം പറയാൻ പറ്റില്ല മാഡം. പോലീസ് പ്രൊട്ടക്ഷനെ കുറിച്ച് എല്ലാം അറിയുന്ന നീയ അവൻ അവിടേക്ക് പറഞ്ഞു വിടാൻ പാടില്ലായിരുന്നു. നീ എന്നെ വിളിച്ചു പറഞ്ഞു, പക്ഷെ അതല്ലല്ലോ. ഹോസ്പിറ്റലിൽ തന്നെ നിക്കണമെന്ന് ഞാൻ അവനോട് പറഞ്ഞല്ലേ. താനൊക്കെ കൂടെ ന്യായീകരിക്കാൻ നോക്കുന്നോണ്ടാ അവന് എന്തും ചെയ്യാനുള്ള ധൈര്യം. രാമകൃഷ്ണൻ നമ്മുടെ സ്റ്റേഷനിൽ വന്നതിന് ശേഷമാണ് ഇവിടെ അല്പം വൃത്തിയും വെടുപ്പും ഒക്കെ ഉണ്ടായത്. അതെനിക്ക് മനസ്സിലായി. ഓ, അവന് വേണ്ടി റെക്കമെൻഡ് ചെയ്യാൻ ഇവിടെ എത്ര പേരാ. രാവിലെ തൊട്ട് തന്നെ വനിതാ പോലീസുമാരൊക്കെ എന്തോ കളഞ്ഞ അണ്ണാനമാരി ഇരിക്കുന്നത് ഞാൻ കണ്ടു. ഇപ്രാവശ്യത്തേക്ക് കൂടി ഒന്ന് ക്ഷമിക്കൂ മാഡം. ഇനി അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് രാമകൃഷ്ണൻ ഉറപ്പ് പറഞ്ഞപ്പോഴാ ഞാൻ ഇങ്ങോട്ട് വന്നത്. നിനക്ക് അനുകൂലമായിട്ട് ഞങ്ങളെ കൊണ്ട് പറയാൻ പറ്റുന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി അവരെന്ത് തീരുമാനം എടുക്കുന്ന എനിക്കറിയില്ല. എന്ത് തീരുമാനം എടുക്കാൻ? എന്നെ ഇവിടെ പറ്റത്തില്ലെന്ന് അവര് പറയും. 100% ആത്മാർത്ഥമായിട്ടല്ലേ ഞാൻ ഇവിടെ നിന്ന്.
ഒരു ഡ്രൈവർ മാത്രമായിട്ടാണോ? നീയുടെ ആവശ്യത്തിനാണ് നിന്നെ റിസോർട്ടിലേക്ക് പറഞ്ഞു വിട്ടതെന്ന് അവള് മാഡത്തിനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. അത് മോശമില്ലല്ലോ, അങ്ങനെയൊക്കെ പറയാം. റൊമാൻസ്. എടോ രാമകൃഷ്ണ, യെസ് സർ. എന്റെ പെർമിഷൻ ഇല്ലാതെ റിസോർട്ടിൽ പോവാൻ തന്നോട് ആരോട് പറഞ്ഞേ? താൻ പോയ സമയത്ത് ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആര് സമാധാനം പറയും? ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടരുതെന്ന് എത്ര പ്രാവശ്യം പറഞ്ഞു. തന്റെ ജോലി ഡ്രൈവിംഗാ, അത് മാത്രം താൻ ഇവിടെ ചെയ്താൽ മതി. ഇത് തന്റെ ലാസ്റ്റ് വാർണിംഗാ. ഇനി മേല എന്തെങ്കിലും കാര്യത്തിൽ താൻ ഇടപെട്ടു എന്ന് ഞാൻ അറിഞ്ഞാ? ഇല്ല സർ, എന്റെ ജീവിതത്തിൽ ഇനി ഒരു കാര്യത്തിൽ ഞാൻ കടന്നു പോടോ. സർ, ആ മനോജ് കേസിന്റെ ഫയലിംഗ് എടുക്ക. ഞാൻ വരാൻ വൈകും. പോണതിന് മുമ്പ് ഇവർക്കൊട്ടൊരു പണി കൊടുത്തിട്ട് ഞാൻ ജീപ്പ് എടുക്ക, പുറത്തു പോണം. സോറി സർ, ജീപ്പ് കംപ്ലൈന്റ് ആണ്, വർക്ക്ഷോപ്പിൽ നിന്ന് ആള് വരണം. തനിക്ക് അത്യാവശ്യം മെക്കാനിക് പണിയൊക്കെ അറിയാവുന്നതല്ലേ, നന്നാക്കി കൂടെ? സോറി സർ, എന്റെ പണി ഡ്രൈവിംഗ് മാത്രമാണ്. ഈ രാമകൃഷ്ണൻ പണി തുടങ്ങിയിട്ടേ ഉള്ളൂ. രാമകൃഷ്ണ, രാമകൃഷ്ണ, ലോക്കപ്പിൽ ഒരുത്തൻ തുണിയില്ലാണ്ട് നിൽക്കുന്നു. ഒന്ന് ചെന്ന് തുണി ഉടുപ്പിക്കുക. ഓഹോ സോറി, എന്റെ പണി ഡ്രൈവിംഗ് മാത്രമാണ്, വേറെ ഒന്നിലും തലയിടുന്ന മോളി എന്നുള്ള ഉത്തരവ്. ഈ ഹെൽപ്പ് ലൈൻ പരിപാടി ഞാൻ അങ്ങ് നിർത്തി. ഇനി ഞാനായി, എന്റെ പാടായി. പെണങ്ങല്ലേ രാമകൃഷ്ണ, ഞങ്ങൾ എല്ലാരും നിന്റെ കൂടെ ഇല്ലേ? ഒന്ന് വന്നേ. വാരാമേട്ടാ. ഓക്കെ, ഇത് എപ്പോഴും ഒന്നും പ്രതീക്ഷിക്കണ്ട. ഫോളോ മീ. ഇത്ര പെട്ടെന്നൊരു ലോട്ടറി അടിക്കുമെന്ന് ഞാൻ പോലും വിചാരിച്ചില്ല. ഈ മുഖം ഓർമ്മ ഉണ്ടോ നിനക്ക്? അന്ന് ഞാൻ കേട്ട തെറിക്കായി നീ ഇങ്ങനെ എന്റെ കൈ വന്ന് പെടുമെന്ന് ഞാൻ പോലും കരുതിയില്ല. അന്ന് എനിക്ക് പെട്രോൾ വാങ്ങിച്ചു തന്നു, ഇപ്പൊ എന്നെ നഗ്നത മറച്ചു. നിനക്കെല്ലാം മനസ്സിലായോ? കുട്ടിക്കാലത്തെ ഭാര്യ വേണ്ടി പോലണ നീ നേരെ ഇനി തുണി കൊടുക്കാണ്ട് ഇവിടെ നിന്നാ. പെണ്ണുങ്ങളൊക്കെ നോക്കട്ടാ, നീ പെണ്ണുങ്ങളെ കാണിക്കല്ലേ നിന്നേ. നിന്റെ നെഞ്ചത്തെ രോമ ഞാൻ ഇവന് 6 മണിക്ക് മുമ്പേ വർക്കല സ്റ്റേഷനിൽ പ്രസന്റ് ചെയ്യണമെന്നാ മാഡം പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെ നിയമങ്ങളെ സ്റ്റേഷനിൽ? ചെറുതല്ലാത്ത മറ്റൊരു കേസ് ഇവിടെ ഫയൽ ചെയ്യാൻ പാടില്ല. വൈകുന്നേരം 6 മണി കഴിഞ്ഞാൽ പുരുഷ പ്രതികളെ ലോക്കപ്പിൽ ഇടാൻ പാടില്ല. ഇതിനൊക്കെതിരെ നിങ്ങൾ സമരം ചെയ്യണം, അപ്പോഴത് ശരിയാവുള്ളൂ. വേഗം നീയല്ലേ പറഞ്ഞു വണ്ടി കേടാണെന്ന്? അതൊക്കെ വണ്ടി തന്നെ ശരിയായി. നിന്നെ കൊണ്ടേ പറ്റൂ ഈ മാഡത്തിനെ മെരുക്കിയെടുക്കാൻ. ഇത് താണ്ടാ പോലീസ്. ഇങ്ങോട്ടൊരു പണി വന്നാ അങ്ങോട്ടൊരു പണി. ഈ മഴയത്ത് എപ്പോഴാണോ തിരിച്ചു വരാൻ പറ്റുക? എന്റെ കയ്യിൽ മാത്രം നിൽക്കുമെന്ന് തോന്നുന്നില്ല. വല്ല പരിചയമുള്ള രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ ഒന്ന് സംസാരിച്ചു വെച്ചേ. ഇല്ലെങ്കിൽ വട്ടിപ്പലിച്ച കേസിന് നമ്മൾ രണ്ടുപേരും ആത്തു. ഈ കണ്ട സ്ഥലം മുഴുവൻ കഴിഞ്ഞു പോകും. ആഭ്യന്തരമന്ത്രി ഭയങ്കര സ്ട്രിക്റ്റാ. ഓപ്പറേഷൻ കുബേര എന്ന് പറഞ്ഞ ഞാൻ ആരെയെ വിളിക്കുക? അപ്പോഴേ ഞാൻ സാറിനോട് പറഞ്ഞല്ലേ, പുതിയ പാർട്ടി ഉണ്ടാക്കാൻ നിൽക്കാതെ ആളുകൾ കൂടുതലുള്ള പാർട്ടി ചേരാൻ. എന്നിട്ട് കേട്ടോ, ആ അരുന്ധതി വർമ്മ എന്നെ കൊടുക്കും, അത് ഉറപ്പാ. അതിനു മുന്നേ എന്തെങ്കിലും ചെയ്യണം. അതിന് വഴി ഞാൻ പറഞ്ഞല്ലേ, ആ പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവറും ആ മുകുന്ദൻ മേനോന്റെ മകളും തമ്മിൽ എന്തോ ബന്ധമുണ്ട്, അത് ഉറപ്പാ. നീ ഇതുവരെ അത് വിട്ടില്ലേ? വിട്ടില്ല. അതെ, ഈ മണ്ണം വക്കീല് പറഞ്ഞ കേട്ട് പണ്ടാ പോലീസ് സ്റ്റേഷൻ വാങ്ങാൻ പോയത് ഓർമ്മയുണ്ടല്ലേ? നല്ല കേസാ അവര് ചാർത്തിയിരിക്കുന്നു. അതെ, നല്ല ബുദ്ധിയുള്ള വക്കീലും കൊണ്ട് വാദിച്ചു, ഇല്ലെങ്കിൽ താ അഴിക്കുള്ളി പോവും, ഉറപ്പാ.
അങ്ങനെ അകത്ത് കിടക്കാതിരിക്കാനാണ് ഞാൻ ഈ പറയുന്നത്. സാർ നോട്ട് ദ പോയിന്റ്. IPC 1, 2, 3, 4. അല്ലെ അത് വേണ്ട. ആ ഡ്രൈവർ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് സാർ മുകുന്ദൻ മേനോന്റെ മകൾ സാറിന്റെ സ്റ്റേഷനിലെ ജീപ്പിൽ കയറി പോയത്? സാറിന്റെ സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിച്ചു നോക്കണം സാർ. നീ പറഞ്ഞാൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ഹലോ, മേലാൽ ഈ IPCയുടെ കാര്യം എന്നോട് പറഞ്ഞു വരും കേട്ടോ. ഇയാള് പറഞ്ഞ ശരിയാ. താങ്ക് യു. SP ഓഫീസിൽ നിന്നാണ് ജീപ്പിന് ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞു വിളിച്ചത്. പക്ഷെ ഈ കേസാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഒരു നല്ല ചാൻസാ നഷ്ടമായത്. എന്ത് ചെയ്യും? പക്ഷെ കാര്യങ്ങള് നമ്മൾ വിചാരിച്ചതിനേക്കാൾ എളുപ്പമായിട്ട് വരുന്നുണ്ട്. എടാ നീ ആള് കൊള്ളാലോ. അല്ല അറിഞ്ഞില്ലേ, ഇന്നലെ രാത്രി ഒരു സൗണ്ട് കേട്ടപ്പോ നമ്മുടെ ടിൻഡോ വെടിവെച്ചു. നോക്കിയപ്പോ വാഴയിലേ അണങ്ങിയതാ. അപ്പൊ ഇന്നലെ രാത്രി മൂത്രം ഒഴുകി ഇറങ്ങായിരുന്നു നന്ന്. എന്നിട്ട് ഇന്നോട് ദാ ഉണ്ട പോയി ദുഃഖത്തിൽ അവിടെ ഇരിപ്പുണ്ട്. മോളിൽ നിന്നുള്ള ഉത്തരവില്ലാതെ തോക്കുപയോഗിക്കാൻ പാടില്ലെന്നാണല്ലോ നിയമം. ഓ സമാധാനായി. അപ്പൊ രണ്ടും ഉണ്ടായിരുന്നതിൽ ഒരെണ്ണം പോയി. ഇനി അതിനെ പേടിച്ചാ മതി. ഓട്ടിന്റെ വിഷമിക്കണ്ട. ഉണ്ട വരും പോവും. ഇതൊക്കെ നമ്മുടെ കയ്യിലാണോ? ഇനി ഒരു ഉണ്ടയും കൂടി ഇല്ലേ കയ്യില്? ആ പിന്നെന്താ. പിന്നെ രാത്രി ഒരു 3-3:30 മണിക്ക് ആ ഔട്ട് ഹൗസിന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒച്ച കേട്ടാൽ അങ്ങോട്ട് വെടിവെക്കരുത്. ഞാൻ ആ സമയത്തെ മൂത്രം ഒഴിക്കിറങ്ങുന്നതാ. വെറുതെ ഉണ്ട മിസ് ചെയ്യണ്ടല്ലോ. കൂൾ. അമ്മാ മുരുക. സാറേ, ആ ചെട്ടിയാരൊന്ന് പുറത്തു വെക്കുന്നു. കൊറേ നേരായി. ഞാൻ വേഗം പോട്ടെ, ഇല്ലെങ്കിൽ മാഡത്തിന് വട്ടാവും. എന്നാ പിന്നെ വണ്ടി കൊടുത്തുകൂടെ? അത് ശരി. ഇത്രയും കാലം ഡ്രൈവർ ഇല്ലാത്തപ്പോ എല്ലാവരും ആ വണ്ടിയുടെ പുറകെയായിരുന്നല്ലോ. നല്ല കൈക്കണക്കുള്ള വണ്ടിയാ. എന്റെ ചേട്ടൻ എനിക്കൊരു വണ്ടി വാങ്ങിക്കണമെന്ന് പറയുന്നുണ്ട്. പക്ഷേ പറ്റിയ കളർ കിട്ടില്ല. പിന്നെ അത് തെരഞ്ഞെടുക്കാൻ മൂപ്പർക്ക് എവിടെയാ നേരം? ഓ, ലതികേച്ചിയുടെ ഭർത്താവിനെ പോലെ തിരക്കുള്ള ഒരാള്. എന്റെ ചേട്ടനാങ്ങി തിരക്കേ ഇല്ല. എന്തെങ്കിലും ജോലിക്ക് പോയാലല്ലേ തിരക്കുണ്ടാവൂ. അല്ലെ കൗൺസിലിംഗിന്റെ ഡ്രസ്സ് മാറ്റുന്ന തന്നെ ഏറ്റവും വലിയ പണി. സിവിൽ ഡ്രസ്സിൽ അറ്റൻഡ് ചെയ്യണമെന്ന നിയമം ഉണ്ടെങ്കിലും നിർബന്ധമൊന്നുമില്ലല്ലോ. മാറിയേക്കാം. ഇന്ന് അങ്ങനെ തന്നെ വീട്ടിൽ പോലെ വൈകിട്ട്. ഇതാ സാറേ എല്ലാ പേപ്പറും ഉണ്ട്. ഞാനങ്ങോട്ട് എങ്ങോട്ട്? അല്ല ഈ എല്ലാ പേപ്പറും ഉണ്ടല്ലോ. അതുകൊണ്ട് 20 വർഷം മുന്നേ മേടിച്ച വണ്ടിയാ? അതെ. എന്താ സാറേ വേണ്ടായിരുന്നു അല്ലേ? നീ വാങ്ങിക്കുന്നതിന് മുമ്പ് ഈ വണ്ടി ആരുടെ കയ്യിലായിരുന്നു? 2 വർഷമായിട്ട് എന്റെ കയ്യില. 20 വർഷം മുമ്പുള്ള കാര്യം അറിയില്ല സാറേ. അപ്പൊ അതിന് മുമ്പ് വല്ല കേസും ഉണ്ടായിട്ടുണ്ടെങ്കിലോ? അയ്യോ, അത് ഇതിനു മുമ്പ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ സാറേ. ഇല്ല. താൻ എന്നെ നിയമം പഠിപ്പിക്കുക? സാറിനല്ല അറിയാലോ. താനൊരു കാര്യം ചെയ്യും, ബാക്കി എല്ലാ പേപ്പറുമായിട്ട് വന്നാ മതി. 20 വർഷത്തെ. 20 വർഷത്തെയോ? ആ, എന്താ സംശയം? എന്നാ തരില്ലെന്ന് പറഞ്ഞാ പോരെ. 20 വർഷം ഒന്ന് പോടും. എവിടെ പോവാൻ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും 20 വർഷം. ഇനിയെങ്കിലും ആ പാത്തിന് വണ്ടി തോർത്തൂടി. കൊടുക്കണം തന്നെ ഞാൻ വിചാരിക്കണേ. നീ പോയ കാര്യം എന്തായി? ആ ഡ്രസ്സിൽ കുറെ അന്വേഷിച്ചു, പക്ഷെ അവിടെ ആളില്ല. ആ സമൻസ് ഫയൽ റൂമിൽ വെച്ചേക്കേ. ഹാ രാമകൃഷ്ണ, ഓ കഴിച്ചോ? ഇല്ല. ഒരുമിച്ചുണ്ടായിരുന്നെങ്കിൽ ഞാൻ തരാറുന്നല്ലോ. എന്ത്? അപ്പം കിഴങ്ങറിയും. എന്താ രാമേട്ടാ? ഞാനൊന്ന് എടുക്കാൻ. എന്താന്ന് വെച്ചാ എടുത്തോ. വേണ്ട. ഞാൻ എടുത്തില്ല. എടുത്തില്ല. അതെ, ഒന്ന് നിന്നേ. പേരുദോഷം കേൾപ്പിക്കരുത്. ആ ഡോറിലൊന്ന് കിട്ടുന്നില്ലല്ലോ. ഇനി കുഴപ്പം വല്ലതും പറ്റിക്കാണോ? തന്റെ വാ കൊണ്ട് വേണ്ടാത്തൊന്നും പറയാതോ. എവിടുന്ന് പൊക്കി രാമകൃഷ്ണ? മുകുന്ദൻ സാറിന് വീണ്ടും. ഞാൻ മേഡത്തിന് അറിയിക്കാം. ഇപ്പൊ ഫോൺ ചെയ്യാം.
നീ കൂടി ട്രൈ ചെയ്യടാ. അതിന് എന്റെ ഫോണിൽ ബാലൻസ് ഇല്ല. कौन है बे तू? नाम क्या तेरा? बोलता है कि एक तू मुसाफिर। वहां पे कर क्या रहा था? जो बोलता क्यों नहीं? ഇവൻ എന്തോ പ്രശ്നമുണ്ട്. ശരിക്കും ഒന്ന് ചോദ്യം ചെയ്യണം. തൽക്കാലം ആ സിയുടെ സ്റ്റേഷനിലേക്ക് മാറ്റിയേക്കും. രാത്രി പ്രതിയെ ഹോൾഡ് ചെയ്തൊന്നും പറഞ്ഞ് പ്രശ്നം വരണ്ട. ഡോ സേവിയറെ, ആ വനിതാ പോലീസ് സ്റ്റേഷനിൽ നിന്നും ഒരു പ്രതിയെ കൊണ്ടുവരുന്നുണ്ട്. നിങ്ങൾ അവർ കാണണ്ട, അങ്ങോട്ട് മാറിയില്ല. അവൻ എവിടെ പോയി കിടക്കുന്നു? വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ. അങ്ങോട്ട് മാറിക്കാം. എന്തൊക്കെയായിരുന്നു? ഒറീസ നാളെ വരുന്നു, മാവോയിസ്റ്റ് ആക്രമണം. ആ SI അരുന്ധതി വർമ്മയെ സസ്പെൻഡ് ചെയ്തതിനു ശേഷം ജയിലിൽ പോയിരുന്നെങ്കിൽ സമാധാനമായിട്ട് കിടക്കായിരുന്നു. അപ്പൊ കിടക്കുമെന്ന് ഉറപ്പായോ? പിന്നല്ലാതെ നീയല്ലേ എന്റെ കേസൊക്കെ വാദിക്കുന്നത്. ഇപ്പൊ അങ്ങനെ എന്നാ വയറാടാത്? അപ്പൊ ഇതെന്നാ മത്തങ്ങ കെട്ടി വെച്ചേക്കുവാണ്.